നേരെ നമ്മൾ കണ്ണൂരിലേക്ക് പോകുകയാണ്. ഇന്ന് ഭാരതീയ ജനതാ പാർട്ടിയുടെ കേരളത്തിലെ രണ്ടാമത്തെ സംസ്ഥാന അധ്യക്ഷനും കേരളത്തിൽ ദേശീയതയുടെ രാഷ്ട്രീയത്തിന് അടിത്തറ പാകുകയും ചെയ്ത വ്യക്തിത്വമായ KG മാരാറുടെ സ്മൃതി ദിനമാണ്. അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് 31 ആണ്ട് തികയുകയാണ്. പയ്യാമ്പലത്തെ സ്മൃതി മണ്ഡപത്തിൽ ഇപ്പോൾ പുഷ്പാർച്ചനയും അനുസ്മരണ യോഗവും ആരംഭിച്ചിരിക്കുന്നു. BJPയുടെ മുൻ സംസ്ഥാന അധ്യക്ഷൻ CK പത്മനാഭന്റെ നേതൃത്വത്തിലാണ് അനുസ്മരണ പരിപാടികൾ. തത്സമയത്തിലേക്ക് മിഥുൻ പിള്ള വിവരങ്ങളുമായി ചേരുകയാണ്. മിഥുൻ, KG മാരാർ ഓർമ്മയായിട്ട് 31 ആണ്ട് തികയുന്ന ഈ ദിവസം അദ്ദേഹത്തിന്റെ ഓർമ്മകൾ ഉറങ്ങുന്ന പയ്യാമ്പലത്ത് ഇപ്പോൾ BJP പ്രവർത്തകർ ഒത്തുകൂടിയിരിക്കുന്നു. CK പത്മനാഭൻ ഉൾപ്പെടെയുള്ള പ്രമുഖ നേതാക്കളെ കാണാൻ കഴിയുന്നുണ്ട്. മറ്റു വിശദാംശങ്ങൾ ഗൗതം, നമുക്കറിയാം സംസ്ഥാന രാഷ്ട്രീയത്തിൽ BJPക്ക് നിർണായകമായ ഒരു ഇടം ഉണ്ടാക്കി കൊടുക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ച ഒരാളാണ് KG മാരാർ. അദ്ദേഹത്തിന്റെ 31ാം വാർഷിക ദിനത്തിലാണ് ഇപ്പോൾ പയ്യാമ്പലത്തെ സ്മൃതി കുടീരത്തിൽ പുഷ്പാർച്ചനയും തുടർന്ന് അനുസ്മരണ പരിപാടിയും നടക്കുക. നമുക്കറിയാം കേരള രാഷ്ട്രീയത്തിൽ ഒരുപാട് മാറ്റമുണ്ടാക്കുന്നതിൽ അല്ലെങ്കിൽ BJP നിർണായക ശക്തിയാക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ച ഒരാളാണ് KG മാരാർ. അദ്ദേഹത്തിന്റെ ഒരു രാഷ്ട്രീയ ജീവിതം തന്നെ സംഘടനയ്ക്കായി ഒഴിഞ്ഞു വെച്ചൊരു രാഷ്ട്രീയ ജീവിതം തന്നെയായിരുന്നു. കണ്ണൂരും മലബാർ ജില്ലയിൽ BJPയുടെ ഒരു സംഘടനാ ശേഷി പോലും വർദ്ധിപ്പിക്കുന്നതിൽ അദ്ദേഹത്തിന് നിർണായക പങ്കുണ്ട്. മഞ്ചേശ്വരത്തുൾപ്പെടെ മത്സരിച്ച് ശക്തമായ പോരാട്ടം ഉൾപ്പെടെ കാഴ്ചവെച്ചൊരു നേതാവ് കൂടിയായിരുന്നു KG മാരാർ. അദ്ദേഹത്തിന്റെ ഓർമ്മകൾക്ക് ഇന്നിപ്പോ 31 വയസ്സ് തികയുകയാണ്. 1995 അദ്ദേഹം നമ്മോട് വിട പറഞ്ഞത്. അദ്ദേഹത്തിന്റെ ഓർമ്മകൾക്ക് മുന്നിൽ പ്രണാമങ്ങൾ അർപ്പിച്ചുകൊണ്ടാണ് ഇപ്പോൾ പയ്യാമ്പലത്തെ സ്മൃതി കുടീരത്തിൽ പുഷ്പാർച്ചന നടക്കുന്നത്. BJPയുടെ മുൻ സംസ്ഥാന അധ്യക്ഷനും ദേശീയ സമിതി അംഗവുമായ CK പത്മനാഭൻ, അതുപോലെ തന്നെ BJP ജില്ലാ പ്രസിഡന്റ് KK വിനോദ് കുമാർ, ഉത്തര കേരള RSSന്റെ ഉത്തര കേരള പ്രാന്ത സംഘചാലക് അഡ്വക്കേറ്റ് KK ബൽറാം തുടങ്ങി പ്രധാന നേതാക്കളൊക്കെ തന്നെ ഈ ഒരു പരിപാടിയിൽ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ പുഷ്പഹാരങ്ങൾ അദ്ദേഹത്തിന്റെ സ്മൃതി കുടീരത്തിൽ പുഷ്പഹാരങ്ങൾ അർപ്പിക്കുകയാണ്. അതിനുശേഷം അവിടെ അനുസ്മരണ പരിപാടിയും നടക്കും. പയ്യാമ്പലത്ത് നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. കേരളത്തിൽ ദേശീയതയുടെ രാഷ്ട്രീയത്തിന് അടിത്തറ പാകിയ മാരാർജി നമ്മെ വിട്ടുപോയിട്ട് ഇന്ന് 31 വർഷം തികയുകയാണ്. BJPയുടെ മുൻ സംസ്ഥാന അധ്യക്ഷൻ CK പത്മനാഭൻ്റെയും ഒപ്പം രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെ ഉത്തര കേരളത്തിൻ്റെ പ്രാന്തക്കാരിവ KK ബൽറാം ഉൾപ്പെടെയുള്ളവർ അനുസ്മരണ പരിപാടിയിൽ പങ്കെടുക്കുന്നതായി കാണാം. ധാരാളം സ്ത്രീകളും അമ്മമാരുമൊക്കെ മാരാർജി അനുസ്മരണത്തിൻ്റെ ഭാഗമായി പയ്യാമ്പലത്ത് നടക്കുന്ന പുഷ്പാർച്ചനയിൽ പങ്കെടുക്കുന്നുണ്ട്. 1980 ഭാരതീയ ജനതാ പാർട്ടി കേരളത്തിൽ രൂപപ്പെടുമ്പോൾ അതിനു മുൻപ് ഭാരതീയ ജനസംഘമായി പ്രവർത്തിക്കുന്ന കാലത്തും മാരാർജി ഭാരതീയ ജനസംഘത്തിൻ്റെ പ്രധാനപ്പെട്ട ചുമതലകൾ വഹിച്ചിരുന്നു. പിന്നീട് നമുക്കറിയാം അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം ഭാരതീയ ജനസംഘം ഭാരതീയ ജനതാ പാർട്ടിയായി രൂപപ്പെടുന്ന ഘട്ടത്തിൽ അതിൻ്റെ ആദ്യ സംസ്ഥാന അധ്യക്ഷനായി O രാജഗോപാലിനെ തെരഞ്ഞെടുത്തു. അതിനുശേഷം രണ്ടാമത്തെ അധ്യക്ഷനായി KG മാരാർ എന്ന മാരാർജിയാണ് എത്തിയത്. ആ കാലയളവിൽ ഭാരതീയ ജനതാ പാർട്ടിക്ക് കേരളത്തിൽ ഒരു മേൽവിലാസം ഉണ്ടാക്കിക്കൊടുത്ത നേതാക്കന്മാരിൽ ഒരാളാണ് KG മാരാർ. 1991 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം മഞ്ചേശ്വരത്ത് മത്സരിക്കുകയും കേവലം 1000-നടുത്ത് വോട്ടുകൾക്ക് മാത്രം അന്നത്തെ കാലത്ത് പരാജയപ്പെട്ട വ്യക്തി. അതായത് ഇന്ന് അതിന്റെ അർപ്പിക്കുന്നു. രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെ ഉത്തര കേരളത്തിന്റെ പ്രാന്ത സംഘചാലക് KK ബൽറാം, ഒപ്പം BJP മുൻ സംസ്ഥാന അധ്യക്ഷൻ CK പത്മനാഭൻ തുടങ്ങിയ പ്രമുഖർ ഈ ചടങ്ങിന്റെ ഭാഗമാകുന്നുണ്ട്. അവിടെ പുഷ്പാർച്ചന തുടരുകയാണ്. മിഥുൻ പിള്ള ഒരിക്കൽ കൂടി ചേരുന്നു. മിഥുൻ, ഇന്നിപ്പോൾ ആദ്യം പുഷ്പാർച്ചന നടക്കുന്നു, അതിനുശേഷം അനുസ്മരണ യോഗം നടക്കുന്നതായി മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അതിന്റെ വിശദാംശങ്ങൾ. ഗൗതം, അനുസ്മരണ സമ്മേളനം BJPയുടെ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ വെച്ച് നടക്കുമെന്നൊരു വിവരമാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്നത്. ഏതായാലും നമുക്കറിയാം കേരള രാഷ്ട്രീയത്തിൽ ദേശീയതയ്ക്കൊരു ഉറപ്പ് അല്ലെങ്കിൽ ദേശീയതയ്ക്ക് ശക്തമായ അടിത്തറ പാകുന്നതിൽ നിർണായക പങ്ക് വഹിച്ച ഒരാളാണ് KG മാരാർ.
വിദ്യാർത്ഥിയായിരുന്ന കാലഘട്ടത്തിൽ തന്നെ ഒരു ഫലവും പ്രതീക്ഷിക്കാതെ സംഘടനയ്ക്കായി ഇറങ്ങി പുറപ്പെട്ടൊരു വ്യക്തി കൂടിയാണ് KG മാരാർ. 1956 RSSന്റെ പ്രചാരകമായിക്കൊണ്ടാണ് അദ്ദേഹം തന്റെ രാഷ്ട്രീയ ജീവിതം ആരംഭിക്കുന്നത് തന്നെ. അതിനുശേഷം കണ്ണൂർ ജില്ലയിൽ ഭാരതീയ ജനസംഘത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചതും ഇദ്ദേഹം തന്നെയായിരുന്നു. അടിയന്തരാവസ്ഥ കാലഘട്ടത്തിൽ ദീർഘനാൾ ജയിൽവാസം അനുഭവിക്കുകയും മർദ്ദനമേൽക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഭാരതീയ ജനതാ പാർട്ടി ഉണ്ടാവുകയും അതിന്റെ സജീവ പ്രവർത്തനത്തിലേക്ക് KG മാരാർ കടക്കുകയും ചെയ്യുകയായിരുന്നു. കണ്ണൂർ ജില്ലാ പ്രസിഡന്റായും സംസ്ഥാന ചുമതലയിലേക്കും ഒക്കെ തന്നെ KG മാരാർ എത്തിയിട്ടുണ്ട്. ഇന്നിപ്പോൾ നമുക്കറിയാം മഞ്ചേശ്വരത്ത് കെ സുരേന്ദ്രൻ അടക്കം വളരെ ചെറിയ വോട്ടുകൾക്ക് പരാജയപ്പെടുന്നത് കേരള രാഷ്ട്രീയം കണ്ടതാണ്. എന്നാൽ 1991 തന്നെ മഞ്ചേശ്വരത്ത് കടുത്ത പോരാട്ടം കാഴ്ചവെക്കുകയും 1000 താഴെ വോട്ടുകൾക്ക് മാത്രം പരാജയപ്പെടുകയും ചെയ്തൊരു നേതാവാണ് KG മാരാർ. തന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ മറ്റൊന്നും പ്രതീക്ഷിക്കാതെ സംഘടനയ്ക്കായി ജീവിതം ഒഴിഞ്ഞു വെച്ചൊരു വ്യക്തി കൂടിയായിരുന്നു. അദ്ദേഹത്തിന്റെ ഓർമ്മകൾക്ക് മുമ്പിലാണ് പ്രണാമം അർപ്പിച്ചുകൊണ്ട് ഈ ഒരു പരിപാടി നടക്കുന്നത്. ഇപ്പോൾ പയ്യാമ്പലത്ത് തന്നെ BJP ഓഫീസിലുള്ള പയ്യാമ്പലത്ത് തന്നെ ഇന്ന് കാലത്ത് പുഷ്പാർച്ചനയോടുകൂടി ആരംഭിച്ചിട്ടുണ്ട്. മാരാർജിയെ കുറിച്ച് പറയുന്ന സമയത്ത് ദളിത ജീവിതത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഒരു ഉറവിടമായിരുന്നു പ്രിയ മാരാർജി. ഇന്ന് മാരാർജിയുടെ അനുസ്മരണ സമ്മേളനത്തിൽ എത്തിച്ചേർന്നിട്ടുള്ളത് സംഘത്തിൻ്റെ സമാരാധ്യനായ പ്രാന്തീയ സംഘചാലകൻ ശ്രീ പാർലമെന്റാണ്. അദ്ദേഹത്തെ കണ്ണൂർ നോർത്ത് ജില്ലാ കമ്മിറ്റിയുടെ പേരിൽ ഹാർദമായി സ്വാഗതം ചെയ്യുക. അതോടൊപ്പം തന്നെ ഈ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് മാരാർജിയെ കുറിച്ചിട്ട് ഇന്നത്തെ തലമുറക്ക് പകർന്നു തരുന്നത് പാർട്ടിയുടെ സമാരാധ്യനായ മുൻ സംസ്ഥാന അധ്യക്ഷനും പാർട്ടിയുടെ എല്ലാമായിരുന്ന ശ്രീ പപ്പേട്ടൻ, ദേശീയ നിർവാഹക സമിതി അംഗം പപ്പേട്ടൻ നമ്മോടൊപ്പമുണ്ട്. പ്രിയപ്പെട്ട പപ്പേട്ടനെ ഈ പരിപാടിയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുക. ഇന്ന് ഈ അനുസ്മരണ സമ്മേളനത്തിൽ അധ്യക്ഷം വഹിക്കുന്നത് പാർട്ടിയുടെ നോർത്ത് ജില്ലാ അധ്യക്ഷൻ ശ്രീ KK വിനോദ് കുമാർ അവர்களാണ്. അദ്ദേഹത്തെയും ഈ പരിപാടിയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. കൂടാതെ പാർട്ടിയുടെ മുതിർന്ന നേതാവും ദേശീയ സമിതി അംഗവുമായിട്ടുള്ള ശ്രീ A. ദാമോദരേട്ടൻ, ശ്രീ PK വേലായുധേട്ടൻ, ശ്രീ C. രഘുനാഥ്, ജില്ലാ ജനറൽ സെക്രട്ടറി ശ്രീ AP വെങ്ങേട്ടൻ, സംസ്ഥാന സമിതി അംഗം C. നാരായണൻ ഉൾപ്പെടെയുള്ള മുതിർന്ന കാര്യകർത്താക്കന്മാരെയും ബന്ധുജനങ്ങളെയും പ്രിയപ്പെട്ട സപ്പോർട്ടറെയും ഹാർദമായി ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഈ പരിപാടിയുടെ അധ്യക്ഷം വഹിച്ചുകൊണ്ട് ഈ പരിപാടി നിയന്ത്രിക്കുന്നതിന് വേണ്ടി പാർട്ടിയുടെ സമാരാധന ജില്ലാ അധ്യക്ഷൻ ശ്രീമാൻ KK വിനോദ് കുമാർ അവരുടെ സാദരം ക്ഷണിക്കുകയാണ്. ബഹുമാനപ്പെട്ട BJPയുടെ മുൻ സംസ്ഥാന അധ്യക്ഷനും ദേശീയ സമിതി അംഗവുമായ നമ്മുടെ പ്രിയപ്പെട്ട പപ്പാട്ടൻ, രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെ പ്രാന്ത സംഘചാലകൻ അഡ്വക്കേറ്റ് KK ബാലറാംജി, ദേശീയ സമിതി അംഗങ്ങളായ C. രഘുനാഥ്, A. ദാമോദരൻ, സംസ്ഥാന സമിതി അംഗം ശ്രീ C. നാരായണൻ, ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ ശ്രീ AP ഗംഗാധരൻ, TC മനോജ് തുടങ്ങി UT ജയന്തേട്ടൻ തുടങ്ങി വേദിയിലും സദസ്സരുമുള്ള നേതാക്കളെ, സഹപ്രവർത്തകരെ എല്ലാവർക്കും നമസ്കാരം. മാരാർജി നമ്മെ വിട്ടുപിരിഞ്ഞിട്ട് 31 വർഷം പൂർത്തിയാവുകയാണ്. സാധാരണക്കാരനായി ജീവിക്കുകയും സാധാരണക്കാരനായി പ്രവർത്തിക്കുകയും
സാധാരണക്കാരുടെ ഇടയിൽ അസാമാന്യമായ വ്യക്തിത്വം ഉണ്ടാക്കുകയും ജനഹൃദയങ്ങളിൽ ആഴ്ന്നിറങ്ങുകയും ചെയ്ത KG മാരാർ എന്ന നമ്മുടെ പ്രിയപ്പെട്ട മാരാർജി ഈ പയ്യാമ്പലത്താണ് അന്ത്യവിശ്രമം കൊള്ളുന്നത്. ഭാരതീയ ജനസംഘത്തിൻ്റെ സംസ്ഥാന കാര്യദർശി, ജനതാ പാർട്ടിയുടെ സംസ്ഥാന സമിതി അംഗം, BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ തുടങ്ങി ഉന്നത സ്ഥാനം അലങ്കരിച്ച് ഇന്ന് BJPയെ ഈ തരുണത്തിൽ എത്തിക്കുന്നതിന് വേണ്ടി അത്യധ്വാനം ചെയ്ത മഹാന്മാരായ നേതാക്കന്മാരിൽ ഒരാളായിരുന്നു മാരാർജി. നമ്മുടെ കണ്ണൂർ ജില്ലക്കാരനായിരുന്നു. ഈ പ്രസ്ഥാനത്തിൻ്റെ ഉയർച്ച വളരെ മുൻകൂട്ടി കാണുകയും അതിനനുസൃതമായി പ്രവർത്തിക്കുകയും ചെയ്ത, നേതൃപരമായ പ്രവർത്തനം നടത്തുകയും ചെയ്ത മാരാർജിയുടെ ഈ അനുസ്മരണ ദിനത്തിൽ നമ്മോട് സംസാരിക്കാൻ ഇവിടെ എത്തിയിട്ടുള്ളത് പപ്പാട്ടനും അതുപോലെ ബാലറാംജിയാണ്. ഈ പയ്യാമ്പലത്ത് സജ്ജമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് നമുക്കിവിടെ തന്നെ ഇരുന്ന് ഈ കടൽക്കാറ്റ് കൊണ്ട് മാരാർജിയെ അല്പസമയം അനുസ്മരിക്കാമെന്നാണ് ഞാൻ കരുതുന്നത്. ഞാൻ ഓർക്കുകയാണ്, പരമ്പരാഗതമായി പറയുന്ന ഒരു രീതിയിലല്ല. മാരാർജിയുടെ ജ്യേഷ്ഠൻ ബാലകൃഷ്ണ മാരാർ അന്തരിച്ചതിന് ശേഷം അദ്ദേഹം ഒരു പ്രഗത്ഭനായ ജ്യോത്സ്യനായിരുന്നു എന്ന് പരിചയമുള്ളവർക്കെല്ലാം അറിയാം. അദ്ദേഹത്തെ ഇവിടെയാണ് അദ്ദേഹം പയ്യന്നൂരിൽ ഇങ്ങനെ നടന്നു പോകുന്നതിനിടയിൽ പെട്ടെന്ന് ഹൃദയാഘാതം മൂലം കുഴഞ്ഞു വീണ് മരിക്കുകയാണ് ഉണ്ടായത്. വിവരമറിഞ്ഞ മാരാർജി കോഴിക്കോട്ട് നിന്ന് വന്നു. അവിടെ നമ്മുടെ പുതിയ തിരുവൻ്റെ അടുത്തുള്ള വീട്ടിൽ അവിടെ പോയി അദ്ദേഹത്തെ ഇവിടെ കൊണ്ടുവന്ന് ഇവിടെയാണ് അദ്ദേഹത്തെ സംസ്കരിച്ചത്. ബാലകൃഷ്ണ മാരാരെ സംസ്കരിച്ചത് ഇവിടെയാണെന്ന് എനിക്ക് തോന്നുന്നു. കോഴിക്കോട്ട് നിന്ന് നമ്മുടെ ദത്താത്രേയ റാവു തുടങ്ങിയിട്ടുള്ള ആദ്യകാല നേതാക്കളൊക്കെ അതിൽ പങ്കെടുക്കാൻ വേണ്ടി ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. സംസ്കാരം കഴിഞ്ഞതിന് ശേഷം തിരിച്ച് കാറിൽ പോകുന്ന സമയത്ത് മാരാർജി വളരെ ഹൃദയസ്പർശിയായ രീതിയിൽ ഒരു കാര്യം പറഞ്ഞത്, ഒരു അധ്യായം അവസാനിച്ചു എന്നാണ്. അത് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ശരിക്ക് നല്ല ദുഃഖമുണ്ടായിരുന്നു എന്നാണ് എനിക്ക് തോന്നിയത്. കാരണം ഒരു കുടുംബത്തിൽ സഹോദരന്മാരായി ജനിച്ച് ആ കുടുംബജീവിതം സഹോദരന്മാരോടൊത്ത് ജീവിക്കുവാനുള്ള കൊതി എല്ലാ മനുഷ്യർക്കും ഉണ്ടാകും, അദ്ദേഹത്തിന് മാരാർജിക്കും ഉണ്ടായിട്ടുണ്ടാകും. പക്ഷെ അതിനുള്ള ഒരു സൗകര്യവും അവസരവും അദ്ദേഹത്തിൻ്റെ പൊതുജീവിതവുമായി ബന്ധപ്പെട്ട തിരക്കിനിടയിൽ അദ്ദേഹത്തിന് കിട്ടിയിട്ടില്ല എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷേ ജ്യേഷ്ഠൻ അങ്ങനെ അപ്രതീക്ഷിതമായി മരിച്ച് മണ്ണടിഞ്ഞപ്പോൾ ഇവിടെ ആ സംസ്കാരമൊക്കെ കഴിഞ്ഞ് തിരിച്ചു പോകുന്നതിനിടയിലാണ് അദ്ദേഹം വേദനാജനകമായി അഭിപ്രായം പറഞ്ഞത്. അങ്ങനെയൊക്കെയുള്ള ഒരു ജീവിതം മാരാർജിക്കുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ എത്തി നിൽക്കുന്ന ഒരവസ്ഥ അന്ന് മാരാർജിയുടെ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ കാലഘട്ടത്തിലുണ്ടായിരുന്ന കാലാവസ്ഥ, ഇത് രണ്ടും ഒത്തുനോക്കുന്ന സമയത്ത് വലിയ ഒരു വ്യത്യാസം. 31-ാം വാർഷികം ഇവിടെ നമ്മൾ ഒരുമിച്ച് കൂടിയപ്പോൾ ഈ 31 വർഷത്തിനിടയിൽ രാജ്യത്തിൻ്റെ രാഷ്ട്രീയ മണ്ഡലത്തിൽ മാത്രമല്ല സാമൂഹ്യ ജീവിതത്തിൻ്റെ സമസ്ത മണ്ഡലങ്ങളിലും സംഭവിച്ചിട്ടുള്ള അളക്കാൻ കഴിയാത്ത തരത്തിലുള്ള ഒരു പരിവർത്തനത്തിൻ്റെ പൊരുൾ, അതിൻ്റെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളിലും നിറഞ്ഞു നിൽക്കുകയാണ് എന്നെനിക്ക് തോന്നുകയാണ്. ഭാരതീയ ജനസംഘത്തിന് നമുക്കറിയാം, നല്ല ഒന്നാന്തരം ഒരു ഹൈസ്കൂൾ അധ്യാപകൻ എന്നുള്ള നിലയിൽ നല്ല ജോലി ഉണ്ടായിരുന്ന അദ്ദേഹം സംഘത്തിൻ്റെ ആദർശത്താൽ പ്രചോദിതനായി ആ ജോലി KG മാരാർ അനുസ്മരണ ദിനത്തോടനുബന്ധിച്ച് പയ്യാമ്പലത്തെ പുഷ്പാർച്ചനയും അനുസ്മരണവും നടക്കുകയാണ്. BJP മുൻ സംസ്ഥാന അധ്യക്ഷനും ദേശീയ സമിതി അംഗവുമായ CK പത്മനാഭനാണ് അനുസ്മരണ പ്രഭാഷണം നടത്തുന്നത്. തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്.